ഇന്ന് ഞാനൊരു ബ്രൗണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 100 ഗ്രാംസ് ചോക്ലേറ്റും 100 അല്ലെങ്കിൽ 125 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടറുമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിൻഡിൻ്റെ 70% കൊക്കോ ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മിൽക്ക്, സെമി സ്വീറ്റ്, ഡാർക്ക് ഏത് വേണമെങ്കിലും കുഴപ്പമില്ല. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഡാർക്കാണ്. കാരണം അതിൻ്റെ ഒരു ബാലൻസ് സ്വീറ്റ്നെസ്സും ഫഡ്ജിനെസ്സും പിന്നെ ആ ഒരു ഡാർക്ക് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിങ്ങനെ ഒരു തരി പോലും ഇല്ലാതെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1 കപ്പ് വൈറ്റ് ഷുഗറുമാണ്. അപ്പോൾ ഞാനൊരു സിസ് ബ്രാൻഡിൻ്റെ ആണ് ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എഗ്സ് ചേർക്കണം. അപ്പോൾ എഗ്സ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോന്നായിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. ആദ്യത്തെ എഗ്ഗ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നുവെച്ചാൽ ഇത് അത്യാവശ്യം നല്ല സ്വീറ്റ്നെസ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രംസ് ആയിട്ട് തന്നെ വരുള്ളൂ. കംപ്ലീറ്റ്ലി മെൽറ്റ് ആവണമെങ്കിൽ നമ്മൾ പിന്നെ ഇത് റൂം ടെമ്പറേച്ചർ എഗ്സും കൂടി ആവണം കേട്ടോ. അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രൗണി കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷുഗർ കഴിക്കാനുള്ളത് വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എഗ്ഗ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ 3 എഗ്സും യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ആഡ് ചെയ്ത് മാറ്റി വെച്ച ചോക്ലേറ്റ് ആൻഡ് ബട്ടർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളത് പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരു ധൃതിയും പിടിക്കേണ്ട. നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് പോലെയല്ല ചോക്ലേറ്റ് ബ്രൗണി. നമ്മളതിൻ്റെ ഒരു ടൈം പേസൊക്കെ ചെയ്താലേ നമുക്ക് ഒരു പെർഫെക്റ്റ് ടെക്സ്ചറും ഇതും കമ്പൈൻ ചെയ്താലേ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ടൈം എടുത്തിട്ട് തന്നെയാണ് ഇളക്കുന്നത്. അടുത്ത നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് ഫ്ലോറും പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കെയർഫുള്ളി ഒന്ന് സ്വിഫ്റ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇതിൽ തന്നെ നമുക്ക് കാണും കുറേ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന പൗഡേഴ്സില്ലേ, അത് നമ്മളുടെ ടേസ്റ്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് പിന്നെ സ്ലോലി ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് സ്പാച്ചുല വെച്ചിട്ടാണ് അത് ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വരും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലോട്ട് വെനില എസൻസും പിന്നെ ഒരു ഇച്ചിരി സോൾട്ടും ഇടാം. അപ്പോൾ സോൾട്ട് ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടല്ലേ, അപ്പോൾ അതൊന്ന് വെൽ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോൾട്ട് ഇടുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആട്ടോ എങ്ങനെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് കെയർഫുള്ളി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്കൊരു റെക്ടാങ്കുലർ പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിലും സ്പ്രേ ചെയ്ത് ഇനി പാഷ്മിൻ പേപ്പറോ ബേക്കിംഗ് പേപ്പറോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രൗണി നമ്മൾ ഫുള്ളി കുക്ക്ഡല്ല, അത് ഹാഫ് കുക്ക്ഡാണ്. കാരണം 30 മിനിറ്റ് നമ്മളിത് ഉണ്ടാക്കാൻ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പേപ്പറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ബാറ്റർ ഇതിലോട്ട് വയ്ക്കാം. അത് നമ്മൾ ഒരുമിച്ച് ഡംപ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഈക്വലി ഓരോ സ്ഥലത്തും ഒഴിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് അത്ര പെർഫെക്റ്റ് അല്ലാത്തത്. പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോഴേക്കും ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. 180 ഡിഗ്രിയിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എല്ലാത്തിലും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഈവൻലി സ്പ്രെഡ് ചെയ്യാം എല്ലായിടത്തും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത് കഴിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള എയർ ബബിൾസോ എന്തെങ്കിലും ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രീഹീറ്റഡ് ഓവനിലോട്ട് നമ്മുടെ ഈ ബ്രൗണി ബാറ്റർ വെക്കുന്നു. 30 മിനിറ്റ്സ് മാത്രം, 180 ഡിഗ്രീസിൽ 30 മിനിറ്റ് മാത്രം. നിങ്ങളിപ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയാലും ആ ഒരു ബാറ്റർ കാണും, കുഴപ്പമില്ല. അതൊന്ന് ഇച്ചിരി നേരം കൂൾ ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫഡ്ജി ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ച് നേരം കൂടെ നമ്മൾ കൂൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഞാൻ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ എത്ര ഫഡ്ജിയാന്ന് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്